CPM ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം. 1998 EMS അന്തരിക്കുമ്പോൾ അന്ന് കേരളത്തിലാകെ ചർച്ചയുണ്ടായി EMSന് ശേഷം ആര് എന്ന്. അപ്പോൾ പല എഴുത്തുകാരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ എം എ ബേബി എന്നാണ് പറഞ്ഞത്. 27 വർഷങ്ങൾക്ക് ശേഷം EMS ഇരുന്ന അതേ കസേരയിലേക്ക്, ജനറൽ സെക്രട്ടറിയുടെ കസേരയിലേക്ക് ശ്രീ എം എ ബേബി ഇരിക്കുമ്പോൾ EMSന്റെ പിൻഗാമിയായി ജനറൽ സെക്രട്ടറി ആവുകയാണ് കേരളത്തിൽ നിന്ന് ഒരാൾ. എന്താണ് തോന്നുന്നത്? ഇത് വളരെയധികം സംഭ്രമിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഒരു പരിധിവരെ അനുചിതവുമായിട്ടുള്ള ഒരു അവതരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം EMS ഒരു മഹാപർവ്വതമാണെങ്കിൽ അതിന് മുമ്പിൽ ഒരു മൺപുറ്റ് മാത്രമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. നമ്മുടെ എല്ലാം ഓരോ സമൂഹത്തിനും ഒരു ജീവിതമുണ്ട്, ഓരോ വ്യക്തിക്കും ഒരു ജീവിതമുണ്ട്. ആ വ്യക്തിയുടെ ജീവിതത്തിനിടയിൽ ചില ചുമതലകളിലേക്ക് വ്യക്തികൾ കൈപിടിച്ച് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ആ പ്രത്യേക ചുമതല മുമ്പ് വഹിച്ച ആളുകളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ തന്നെ അധൈര്യമുണ്ടാവാം. കാരണം EMS മാത്രമല്ല, ഇപ്പോൾ ഞാനൊക്കെ ജീവിച്ച കാലത്തിൻ്റെയും എനിക്ക് ജന്മം കിട്ടിയ കാലത്തിൻ്റെയും ഒരു പ്രത്യേകത കൊണ്ട് ആവാം പി സുന്ദരയെ പോലുള്ളവരുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും അവരുടെ ഉപദേശങ്ങൾ കേൾക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. 1974 കൽക്കട്ടയിൽ വെച്ച് നടന്ന SFIയുടെ 2ാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ SFIയുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടു. G. സുധാകരൻ, തോമസ് ഐസക്ക്, അങ്ങനെ ഞങ്ങൾ കുറേ പേര്. ഞാനൊക്കെ അന്ന് വളരെ പ്രായം കുറവാണ്. എന്ന് പറഞ്ഞാൽ 74 എന്ന് പറയുമ്പോൾ 20 വയസ്സായിട്ടേ ഉള്ളൂ ആ പ്രായത്തിൽ. ഞാനിപ്പോൾ കണക്കൂട്ടും. അപ്പോൾ അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച് പി എസ് എന്നാണ് ഞങ്ങൾ പി സുന്ദരയെ വിളിക്കുന്നത്. അന്ന് ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ഉപദേശിക്കുകയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഞങ്ങൾക്ക്, ഞാനിപ്പം പാർട്ടി ജനറൽ സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ ഒരു കാലത്ത് PS ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവിടെയാണ് നിങ്ങൾ വരുന്നത്. അപ്പം അങ്ങനെ താരതമ്യപ്പെടുത്താനേ കഴിയില്ല. കാര്യം അത് വേറൊരു യുഗമായിരുന്നു. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരത്തിലൂടെ വളർന്നു വന്നു. അതുകൊണ്ട് EMSന്റെ ഇരുന്ന ചുമതല ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് എന്നോട് തീരെ കാരുണ്യമില്ലാത്ത ഒരു അവതരണമായിപ്പോ എന്നാണ് എനിക്ക് പറയുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയുള്ളവർ ജീവിച്ചിരിപ്പില്ല. തീർച്ചയായിട്ടും. പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചാൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പക്ഷം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിരുന്നു. 2004 62 MP-മാർ ഇടതുപക്ഷത്തിന് ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ CPM-ന് 4 ലോക്സഭാ അംഗങ്ങൾ മാത്രമാണ്. ദേശീയ തലത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കേരളത്തിൽ മാത്രമാണ് ഭരണാധികാരമുള്ളത്. ഒരർത്ഥത്തിൽ ശുഷ്കിച്ചു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു തകർച്ചയെ അല്ലെങ്കിൽ ഒരു ശിഥിലീകരണത്തെ നേരിടുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ അമരത്തേക്ക് എത്തുന്നത് എന്നുള്ളത് കുറച്ചുകൂടി സംഭ്രമിപ്പിക്കുന്നുണ്ടോ? പാർട്ടി ശുഷ്കിച്ചു എന്ന നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നില്ല. പാർട്ടി ഒരു ശിഥിലീകരണത്തിലൂടെ കടന്നു പോകുന്നുവെന്നും എൻ്റെ മാന്യ സുഹൃത്ത് ചോദ്യത്തിൽ ഉൾക്കൊള്ളിച്ചു. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പാർട്ടിയുടെ സ്വാധീനത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വസ്തുതകളൊന്നും മറച്ചു വെക്കുന്നവരല്ല ഞങ്ങൾ. ഇപ്പോൾ ബംഗാൾ നിയമസഭയിൽ ഞങ്ങൾക്ക് ഒരു പ്രതിനിധി പോലും ഇല്ല CPM-ന്. അതെ, അതൊരു യാഥാർത്ഥ്യമാണ്. അതെന്തുകൊണ്ടുണ്ടായി? ഇതെല്ലാം പരിശോധിക്കലാണ് ഞങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിലും സമ്മേളനങ്ങളിലും. ബംഗാൾ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ പോയിരുന്നു. അവിടെയൊക്കെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെ ഈ ജനങ്ങളുമായി ഒരു ബന്ധവിച്ഛേദം ഒരു പരിധിവരെ ഉണ്ടായി. ബന്ധവിച്ഛേദം ഉണ്ടായെന്നല്ല, ഒരു പരിധിവരെ ബന്ധവിച്ഛേദം ഉണ്ടായി. അല്ലെങ്കിൽ ജനങ്ങൾ എന്തുകൊണ്ട് ബന്ധവിച്ഛേദം എന്നൊക്കെ പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുറ്റം വന്നതുകൊണ്ടാണ്. ജനങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയി. ജനങ്ങൾക്ക് അവരുടെ പാർട്ടിയാണ് CPIM എന്ന നിലയിൽ 60% വരെ വോട്ട് കിട്ടുന്ന സ്ഥിതി. അതൊരു പാഠമായി ഇപ്പോൾ ഉൾക്കൊള്ളുന്നുണ്ടോ? അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങൾ തുറന്ന് പറയുകയാണ്, ഈ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജീവിക്കുന്ന നിർധനരാണ്. അവരെ പലരെയും BJPക്കും മറ്റു പാർട്ടികൾക്കും പ്രാദേശിക പാർട്ടികൾക്കും ആട്ടിത്തെളിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നു. അവരെ ആട്ടിത്തെളിച്ചുകൊണ്ട് പോകുന്നവരുടെ സാമർഥ്യമല്ല. ഈ ജനവിഭാഗങ്ങളിലെ നിന്ദിതരും പീഡിതരും അശരണരുമായ ഈ ജനങ്ങൾക്ക് അവരെ അണിനിരക്കേണ്ട പാർട്ടി ചെങ്കൊടി പ്രസ്ഥാനമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ ഞാൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് അവരിങ്ങനെ പോകുന്നത്. അല്ല, ഈ ബന്ധവിച്ഛേദത്തിന്റെ കാര്യം പറയുമ്പോൾ ബംഗാളിലും ത്രിപുരയിലും പാർട്ടി ഭരണപക്ഷമായിരുന്നു. ആ ഭരണപക്ഷമാണ് പിന്നീട് ഒരു പ്രതിസന്ധിയെയും തകർച്ചയെയും അഭിമുഖീകരിച്ചത്. അതിൽ നിന്ന് കേരളത്തിനൊരു പാഠമില്ലേ? ഇവിടെ ആ ബന്ധവിച്ഛേദം ഉണ്ടാകാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ജനറൽ സെക്രട്ടറി ആലോചിക്കുന്നുണ്ടോ? ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിലെ
ഒരേ പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. പക്ഷേ ഇന്ത്യ ഒരുപാട് ഭാഷാ സാംസ്കാരിക ദേശീയതകളുടെ ഒരു കൂട്ടായ്മയാണ്. ആ അർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടിക്ക് അഖിലേന്ത്യാ പാർട്ടിയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ നിരന്തരമായി ജനങ്ങളുമായിട്ടുള്ള ഉറ്റബന്ധം, പാർട്ടി കമ്മിറ്റികളിലെ ചർച്ചകൾ, അവിടെ നടക്കുന്ന സ്വവിമർശനങ്ങൾ, ഇതിലൂടെ നിരന്തരം നവീകരിക്കാൻ ഇന്ത്യയിലെ പാർട്ടി മൊത്തത്തിൽ ശ്രമിക്കുമ്പോൾ അതിലേറ്റവും ഫലപ്രദമായി സ്വയം നവീകരിക്കാനും തെറ്റിദ്ധരുത്താനും കേരളത്തിലെ പാർട്ടി ഘടകത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന കാര്യം. അതിൻ്റെ അർത്ഥം തെറ്റിദ്ധരുത്തലും സ്വയം നവീകരിക്കലും കേരളത്തിൽ 100% നടക്കുന്നുണ്ടെന്നല്ല. അവിടെ കുറവുകൾ ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ സംസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും മികച്ച തരത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ഘടകമാണ്. കേരളത്തിൽ പാർട്ടിയും ജനങ്ങളും തമ്മിൽ അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായിട്ടില്ല. അധികാരത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ കുറച്ച് പ്രയാസകരമായ കാര്യവുമാണ്. കാരണം ജനങ്ങൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ അഭിമുഖീകരിക്കുന്നത് പല തലങ്ങളിലാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഒരു അധികാരത്തിലിരിക്കുന്ന ഭരണ പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിലെ CPM-നെ വിലയിരുത്തുമ്പോൾ ജനങ്ങളുമായുള്ള ബന്ധം അറ്റുപോകാതിരിക്കാൻ പാർട്ടി നന്നായി പരിശ്രമിക്കുന്നുണ്ട്, സർക്കാർ നന്നായി പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണോ, അതോ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ആവശ്യമുണ്ടോ? കേരളത്തിലെ പാർട്ടിയും കേരളത്തിലെ CPIM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും ജനങ്ങളുമായി ഉറ്റബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ പാർട്ടിയും മുന്നണിയും കേരളത്തിൽ ഭരണം നടത്തുമ്പോൾ തന്നെ സമരത്തിലും ഏർപ്പെടുന്ന പാർട്ടിയും പ്രസ്ഥാനവുമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ജനപ്രതിനിധികളും ഡൽഹിയിൽ പോയി സമരം നടത്തി. കാരണം സംസ്ഥാനങ്ങളെ സാമന്തന്മാരായി കണക്കാക്കുന്ന ഒരു കേന്ദ്ര ഭരണമാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് വിശേഷിച്ചു. അതിന് മുമ്പ് കൊണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് ശ്രീനഗർ കൺക്ലേവ്, ജ്യോതിവാസു മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയുടെ മകൻ ഫറൂഖ് അബ്ദുള്ള, അന്ന് ധനകാര്യമന്ത്രി ലോകമറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ അശോക് മിത്രയാണ് ബംഗാളിലെ ധനകാര്യമന്ത്രി. അപ്പോൾ ശ്രീനഗർ കൺക്ലേവ് മുതൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും കേന്ദ്ര സംസ്ഥാന ധനകാര്യ ബന്ധങ്ങളും പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനമുണ്ട് കോൺഗ്രസ് ഭരണകാലത്ത്. കോൺഗ്രസിൻ്റെ കാലത്ത് നടന്ന അനീതികൾ ഗുരുതരമാണെങ്കിൽ ഇപ്പം നരേന്ദ്രമോദിയുടെ കാലത്ത് അത് 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട കേന്ദ്രം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ഫണ്ട്, ഉദാഹരണത്തിന് നമ്മളിപ്പം മധുരയിൽ ഇരുന്നിട്ടാണ് ചർച്ച ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ നടപ്പാക്കാൻ വേണ്ടി കിട്ടേണ്ടിയിരുന്ന 2000 കോടിയിൽ ചെല്ലുവാനും കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ വിരുദ്ധവും സ്വേച്ഛാധിപത്യപരവുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇത് കേന്ദ്ര പദ്ധതിയായിട്ട് മാത്രം പ്രഖ്യാപിക്കണം. കേന്ദ്രവും സംസ്ഥാനവും കൂടെ ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് വിദ്യാഭ്യാസത്തെ സംസ്ഥാന ലിസ്റ്റിൽ നിന്നെടുത്ത് കൺകറന്റ് ലിസ്റ്റാക്കിയതാണ്. അതൊരു വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ആയത് തന്നെ ഒരു അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമമാണ്. ഈ പശ്ചാത്തലമെല്ലാം ഉണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലെ ഗവൺമെൻറ് 2000 കോടി വേണ്ട എന്ന് വെച്ചുകൊണ്ട് സംസ്ഥാനം തന്നെ അതിന് പ്രൊവൈഡ് ചെയ്തപ്പോൾ, അതിനുവേണ്ട പണം നീക്കിവെച്ചപ്പോൾ, അങ്ങനെ പണം നീക്കിവെക്കാൻ കഴിയാത്ത ഒരു സാമ്പത്തിക പ്രയാസം കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള അവഗണന നിമിത്തം കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ കേരളം ശ്രമിക്കുമ്പോൾ തന്നെ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു സമരമുഖം കൂടി കേരളത്തിലെ ഗവൺമെന്റ് തുറക്കുന്നു എന്നതുകൊണ്ടാണ് ജനങ്ങളുമായിട്ട് ഉള്ള അകൽച്ച ഒഴിവാക്കാനും ജനങ്ങളെ കാര്യങ്ങൾ ധരിപ്പിച്ച് ജനങ്ങളെ ഗവൺമെന്റിനൊപ്പം നിർത്താനും പിണറായി വിജയൻ ഗവൺമെന്റ്. കേരളത്തിൽ 2 മുന്നണി ഭരിക്കുമ്പോഴും സർക്കാരുകൾക്കൊരു ക്ഷേമമുഖം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ നോക്കൂ, ആശമാർ 50 ദിവസത്തിലധികമായി സമരത്തിലാണ്, അംഗൻവാടി വർക്കർമാർ സമരത്തിലാണ്, ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശികയായി കിടക്കുന്നു. അടിസ്ഥാന ജനവിഭാഗത്തെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകളുണ്ട്. ഇപ്പോൾ CITU ദേശീയ തലത്തിൽ ആശമാർക്കും അംഗൻവാടി വർക്കർമാർക്കും വേണ്ടി ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും സമരം ചെയ്യുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരേ ഒരു ഇടത് ബദലായ കേരളത്തിൽ സമാനമായ സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് സമരം ചെയ്യേണ്ടി വരികയും ആ സമരം അധിക്ഷേപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു സാഹചര്യം കൂടി ജനങ്ങളുടെ മുമ്പിൽ ഉണ്ടാവില്ലേ? യഥാർത്ഥത്തിൽ ഒരു വശത്ത് നോക്കിയാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും SUCയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. എന്താ അത്? ആശാ വർക്കർമാരുടെ 1000 രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് പ്രതിഫലം കിട്ടിയിരുന്നത് 7000 രൂപയായി വർദ്ധിച്ചതിൽ
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണമാണ് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരത്തിൻ്റെ ഫലമായി. പക്ഷേ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ നിർവചനത്തിൽ മാറ്റമുണ്ടാക്കണം, ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം, തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്ന് സകലരും CIT ഉൾപ്പെടെ ATC എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ അത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് എന്നുള്ള മട്ടിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ ആശാപ്രവർത്തകർ. കേന്ദ്ര സർക്കാർ ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാതെ ഇവർ വോളണ്ടിയർമാരായി തുടരുമ്പോൾ തന്നെയും പശ്ചിമ ബംഗാൾ സർക്കാർ ഇവർക്ക് 5 ലക്ഷം രൂപയുടെ വിരമിക്കൽ ആനുകൂല്യം നൽകി വരുന്നുണ്ട്. ഹരിയാന സർക്കാർ 2 ലക്ഷം രൂപയുടെ വിരമിക്കൽ ആനുകൂല്യം നൽകി വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് സർക്കാർ വിരമിക്കൽ ആനുകൂല്യവും ഗ്രാറ്റുവിറ്റിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെന്റർ നിർവചനം മാറ്റാതെ ഈ തൊഴിലാളികൾ എന്ന നിർവചനം കൊടുക്കാതെ തന്നെ ഇതര സംസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം കേരളം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആണെന്ന് അവകാശപ്പെടുകയും ഇവിടെ ഇടതുപക്ഷം ഭരിക്കുകയും ചെയ്യുമ്പോഴും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നു, സമരം അധിക്ഷേപിക്കപ്പെടുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ഈ പറഞ്ഞ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യൽ നേരിടുന്ന സാഹചര്യമെന്ന്. അതെ, ഈ ചോദ്യം ഒറ്റ നോട്ടത്തിൽ ശരിയാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് കേരള സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി? കേരള സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് നൽകപ്പെടേണ്ട ആശാ വർക്കർമാർക്കടക്കം നൽകാനുള്ള കേന്ദ്ര വിഹിതം അത് കേന്ദ്രം നൽകാതിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്രം നൽകാതിരിക്കുമ്പോൾ ആ വിഹിതം കൂടി സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2, ഇക്കഴിഞ്ഞ ബഡ്ജറ്റ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 52 ലക്ഷം കോടിയുടെ അടങ്കലാണ് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റുള്ളത്. അതിൽ കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികൾക്കായി വിനിയോഗിക്കാൻ നീക്കിവെച്ചിട്ടുള്ളത് 25 ലക്ഷം കോടിയാണ്. അവ 2.8% ജനസംഖ്യയുള്ള കേരളത്തിന് ഈ 25 ലക്ഷം കോടിയിൽ നിന്ന് വിവിധ പദ്ധതികളിലായി ലഭിക്കാൻ അവകാശമുള്ളത് 25 ലക്ഷം കോടിയുടെ 2.8%. ഞാൻ കണക്കുകൂട്ടാൻ വളരെ പിന്നോക്കമാണെങ്കിൽ പോലും ഞാനിത് കണക്കുകൂട്ടി കണ്ടുപിടിച്ചപ്പോൾ 70,000 കോടിയാണ് ഒരു വർഷം വിവിധ പദ്ധതികളിലായി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടേണ്ടത്. 35,000 കോടി ലഭിക്കേണ്ടതിൻ്റെ നേർപകുതിയിൽ താഴെയാണ് കേന്ദ്രം തരുന്നത്. ഇങ്ങനെ പൊതുസമൂഹത്തിന് അറിയാത്ത സാമ്പത്തിക കടന്നാക്രമണങ്ങൾ കേന്ദ്രം കേരളത്തിന് നേരെ പ്രത്യേകിച്ച് നടത്തുകയാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരെയില്ല. അങ്ങനെ കടുത്ത സാമ്പത്തിക പ്രയാസത്തിൽ നിൽക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റാണ് കേന്ദ്രം അതിൻ്റെ വിഹിതം നൽകാതിരിക്കുമ്പോൾ തന്നെ അത് കയ്യിന്നിട്ട് ആശാ വർക്കർമാർക്കടക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വിരമിക്കൽ ആനുകൂല്യം പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ളൊരു സാവകാശം കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കാൻ ആശാ വർക്കർമാർക്ക് എന്തുകൊണ്ട് ചുമതലയുണ്ട്? 1000 രൂപ 7000 രൂപയാക്കി ഉയർത്തുന്നത് പോലെയുള്ള ഏറ്റവും അനുഭാവസൂചകമായ സമീപനം രാഷ്ട്രീയമായും സാമ്പത്തികമായും എടുക്കുന്ന ഒരു ഗവൺമെൻറ്റിനോട് അത് ഉൾക്കൊണ്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആശാ വർക്കർമാരുടെ 10-25,000-ഓളം ആശാ വർക്കർമാരുണ്ട്. അവരെല്ലാം പല സംഘടനകളിലാണ്. ആ സംഘടനകളുടെ എല്ലാം നേതൃത്വം ആവശ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് ഈ സംഘടന ആശാ വർക്കർമാരുടെ മേഖലയിലുള്ള മറ്റ് സംഘടനകളുമായി കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് ഒരു പൊതുസമരത്തിന് തയ്യാറാവുന്നില്ല? ഒന്ന്. രണ്ടാമത്തത്, ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ദ്രോഹം ആശാ വർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. പൊതുസമൂഹത്തിനറിയാം. ആ കേന്ദ്ര ഗവൺമെൻറ് ഒരു മന്ത്രി വരുമ്പോൾ ഈ സമരം ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയ സ്വീകാര്യനാണ്. അദ്ദേഹം അവരുടെ ഏതോ രക്ഷകനെ പോലെ വരുന്നു. അപ്പോൾ ഇതിന് മോർ ദാൻ മീറ്റ്സ് ദി ഐ എന്ന് പറയുമല്ലോ. കണ്ണുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്നതിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. അതും ഇവിടുത്തെ ഒരു പ്രശ്നമാണ്. നമുക്ക് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് കൂടി സംസാരിച്ചാൽ, 3ാം തവണയും BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടപ്പോൾ 232 സീറ്റുകൾ ആ മുന്നണിക്ക് ആകെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ പാർട്ടിയുടെ സ്വതന്ത്ര ശക്തി വളർത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം അങ്ങ് പറയുകയുണ്ടായി. മുന്നണി എന്നുള്ള നിലയിലുള്ള കൊഹഷൻ എന്നുള്ളത് CPM-ന് ഒരു പ്രശ്നമായി തോന്നുന്നില്ലേ? അല്ലെങ്കിൽ അതൊരു അത്യാവശ്യമുള്ള കാര്യമായി തോന്നുന്നില്ലേ? ഇതിൽ ഒന്ന്, CPIM-ന് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ CPIM-ന്റെ വ്യക്തമായ കാഴ്ചപ്പാട് എല്ലാവർക്കും സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. കാര്യം ഒരു പാർട്ടിക്കും ആ പാർട്ടിയുടെ കാഴ്ചപ്പാട് മറ്റെല്ലാവരും സ്വീകരിച്ചു കൊള്ളണമെന്ന് ആജ്ഞാപിക്കാൻ കഴിയില്ല. ആജ്ഞാപിക്കാം, പക്ഷേ നടപ്പായിക്കൊള്ളണമെന്നില്ല. ഇതാണ് ആദ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്.
രണ്ടാമത് BJPയെയും അവരുടെ കൂട്ടുകെട്ടിനെയും തോൽപ്പിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് കൂട്ടായൊരു രാഷ്ട്രീയ സമരവേദി വികസിപ്പിച്ചെടുക്കണം എന്നത് ഏറ്റവും ശക്തമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത് CPIM ആണ്. ആ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യം, ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗങ്ങൾ ഉന്നയിക്കുന്നതാണ് ഈ BJP അധികാരത്തിൽ നിന്ന് മാറ്റാൻ എന്താണ് നമ്മൾ കൂടുതൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാത്തതെന്നുള്ള ചോദ്യം വരും. അപ്പം നമ്മൾ പറയും ഇതാണ് യാഥാർത്ഥ്യം. അക്കാര്യത്തിലൊരു ആശയ വ്യക്തതയുണ്ട്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ആശയ വ്യക്തതയിലേക്കാണ് ഞാൻ വരുന്നത്. ഈ മധുരയിലെ MP ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച CPMന്റെ MP ആണ്. ഇപ്പോൾ അമ്ര റാം സിക്കറിൽ നിന്ന് ജയിച്ചത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. പക്ഷേ കേരളത്തിൽ അത് സാധിക്കില്ല. ഓക്കെ, പക്ഷേ കേരള വിഷയങ്ങൾ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം ഒറ്റ ഒരു മുന്നണിയായി അല്ലെങ്കിൽ ഒറ്റ ഒരു ഗോളിനായി പ്രവർത്തിക്കുന്നതിന് തടസ്സമാവാറുണ്ടോ CPMനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ നോക്കുമ്പോൾ? ഇല്ല, ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ എങ്ങനെ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കണം എന്നതോ BJP എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്നതോ ഒന്നും ഒരു ആശയക്കുഴപ്പമേ അല്ല. അവിടെ ഒന്ന് ഞാൻ കൂട്ടിച്ചേർക്കാം. BJP എങ്ങനെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് പലരും ചർച്ച ചെയ്യുന്നതെങ്കിൽ CPMന്റെ ചർച്ച അവിടെ നിൽക്കുന്നില്ല, അതിനപ്പുറത്തേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്ക് പോകുന്നത് എന്താ? നരേന്ദ്രമോദിയെയും BJPയെയും കേന്ദ്രത്തിൽ തോൽപ്പിച്ചാലും മതനിരപേക്ഷ സമൂഹം മുന്നോട്ട് വെക്കേണ്ട ചുമതല അവസാനിക്കുന്നില്ല. കാരണം BJP ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഓരോ കോശത്തിലും അതിൻ്റെ വിഷലിപ്തമായ ആശയങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ഹിന്ദുത്വ, വർഗീയത, കൾച്ചറൽ നാഷണലിസം എന്ന പേരിലാണ്, സാംസ്കാരിക ദേശീയത എന്ന വർണ്ണവസ്ത്രം അണിഞ്ഞുകൊണ്ട് ഏറ്റവും അപകടകരമായ ആശയങ്ങൾ ഇപ്പോൾ RSS ഇന്ത്യൻ സമൂഹത്തിൻ്റെ സെല്ലുകളിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ദൗർഭാഗ്യവശാൽ ഇതിനെതിരായി സമരം ചെയ്യേണ്ട കോൺഗ്രസ് പാർട്ടി ഇത് വേണ്ട പോലെ കാണുന്നില്ല എന്നുള്ള വിമർശനം ഞങ്ങൾക്കുണ്ട്. അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഈ മുന്നണി ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. അതിനുള്ള ഉദാഹരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ രാഹുൽ ഗാന്ധി RSSന്റെ ഹിന്ദു രാഷ്ട്രത്തെ ഞങ്ങൾ എതിർക്കുന്നു, അതിനെതിരെ പൊരുതുന്ന ഞങ്ങൾ എന്തിനു വേണ്ടി നിൽക്കുന്നു? ഞങ്ങൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു. എന്തൊരു വലിയ രാഷ്ട്രീയമായ പിന്നെ ദൂരക്കാഴ്ചയില്ലായ്മയാണ്. രാഹുൽ ഗാന്ധി ഹിന്ദുത്വ ഐഡിയോളജിക്കെതിരെ നന്നായി ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ എടുത്ത് പോരാടുന്ന നേതാവല്ലേ? ഞാൻ പറയുന്നത് കേരളത്തിലെ കണ്ണട മാറ്റിവെച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി ആന്റി ഫാഷിസ്റ്റ് ആണ്, ആന്റി RSS ആണ്, ആന്റി സംഘാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ആ അനുഭവമുള്ള ആളുകളോട് വളരെ ക്രിട്ടിക്കലായ സമീപനം സ്വീകരിക്കുന്ന ആളുമാണ്. അപ്പോൾ അതാണ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ കാഴ്ചവെച്ച് നമ്മൾ കേരളത്തിലെ കണ്ണടയിലൂടെ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കാണണോ? ജനറൽ സെക്രട്ടറിക്ക് അതൊരു പരിമിതിയാവില്ലേ? കേരളത്തിലെ പിന്നെ കോൺഗ്രസ് നേതാവല്ലി പറഞ്ഞത് വർഗീയതയ്ക്കെതിരായിട്ട് നല്ല പോരാട്ടം നടത്തുന്നു എന്ന് താങ്കൾ ഒരു അംഗീകാരം കൊടുത്ത രാഹുൽ ഗാന്ധി ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ പോയി പറഞ്ഞതാണ് RSSകാർ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഞങ്ങൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാടാവുന്നത്? അതാണ് പലരും RSSന്റെ തീവ്ര വർഗീയതയെ എതിർക്കുന്നു രാഹുൽ ഗാന്ധിയെങ്കിലും ആ തീവ്ര വർഗീയതയെ എതിർക്കാൻ മൃദുവർഗീയതയെ ആശ്രയിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലെല്ലാം കത്തയച്ചപ്പോൾ CPIM തീരുമാനിച്ചു ഇത് മതപരമായ ചടങ്ങാണ്, പള്ളിയുടെ ഉദ്ഘാടനമായാലും മസ്ജിദിൻ്റെ ഉദ്ഘാടനമാണെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനമാണെങ്കിലും സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനോ ശിലാസ്ഥാപനത്തിനോ അന്നത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ക്ഷണം കിട്ടിയപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എടുത്ത സമീപനമുണ്ട്. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൻ്റെ മകൻ ഇന്ന് കോൺഗ്രസിനെ നയിക്കുമ്പോൾ എപ്പോഴാണ് തീരുമാനമെടുത്തത്? CPIM തീരുമാനമെടുത്തിട്ട് ഞങ്ങൾ ആലോചിക്കും. പോട്ടെ, അത്തരം ഈ വിമർശനപരമായി കാണേണ്ട അധികം കാര്യങ്ങളിലേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. ഇവിടെ നമ്മൾ ചോദിച്ചത് BJPയെ തോൽപ്പിക്കാനുള്ള മുന്നണി സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് CPMന്റെ നിലപാട്? അത് സംബന്ധിച്ച് CPMന്റെ നിലപാട് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു വേദി BJP ഒറ്റപ്പെടുത്താനും തോൽപ്പിക്കാനും വികസിപ്പിച്ചെടുക്കണമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി മുതൽ സീതാറാം യെച്ചൂരി വരെയുള്ളവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല ആവർത്തി ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങൾ. അതോടൊപ്പം അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ച പല കാര്യങ്ങളും കോൺഗ്രസ് മുൻകൈയിൽ നടപ്പാക്കേണ്ട കാര്യമായിരുന്നു. ഭോപ്പാലിൽ ആദ്യമായി ഈ ഇന്ത്യ വേദിയുടെ എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ട്
ഒരു വലിയ ബഹുജന സംഗമം സംഘടിപ്പിക്കണമെന്നുള്ള തീരുമാനം ശ്രീ രാഹുൽ ഗാന്ധി അടക്കം പങ്കെടുത്ത് തീരുമാനിച്ചതാണ്. പക്ഷേ ഭോപ്പാലിൽ സംഘടിപ്പിക്കാനുള്ള പ്രാദേശിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ശ്രീ കമൽനാഥ് എന്തു പറഞ്ഞു എന്ന് എൻ്റെ മാന്യ സുഹൃത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മതി. അത് ഇവിടെ ഇപ്പോൾ നമുക്ക് നടത്താൻ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു ഇന്ത്യ മുന്നണിയെ ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി എന്നുള്ള നിലയിൽ കാണുന്നില്ലേ? ഇപ്പോൾ ഫാസിസത്തിനെതിരെയുള്ള ഐക്യ മുന്നണി, പണ്ട് ദിമിത്രോവ് തീസിസ് അങ്ങനെയായിരുന്നല്ലോ. ഇപ്പോൾ ഈ ഫാസിസത്തെക്കുറിച്ചുള്ള CPM-ന്റെ കാഴ്ചപ്പാട് ഫാസിസ്റ്റിക് ടെൻഡൻസീസ് എന്ന് മാറിയത് തന്നെ ഫാസിസത്തിനെതിരെയുള്ള ഐക്യ മുന്നണി ഒഴിവാക്കാനാണെന്ന് വിമർശിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ഐക്യ മുന്നണി വേണ്ട എന്നുള്ള ഒരു ഖണ്ഡിതമായ നിലപാട് പാർട്ടിക്കുണ്ടോ? എൻ്റെ സുഹൃത്തെ, ഈ ഫാസിസം, നവഫാസിസം, ആ പ്രയോഗങ്ങളുടെ പേരിൽ തർക്കിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം നവഫാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെയും മുസോളിനിയുടെയും ഫ്രാങ്കോയുടെയും കാലഘട്ടത്തിലെ ഫാസിസം ഇന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് വിശദീകരിക്കാനുള്ള പേരാണ് നിയോ ഫാസിസം അല്ലെങ്കിൽ നവഫാസിസം. നവഫാസിസം എന്ന് പറയുമ്പോൾ ഫാസിസത്തിൻ്റെ കാഠിന്യമില്ല എന്നല്ല. ഇന്ന് ഫാസിസം പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഇത് ഉംബർട്ടോ ഇക്കോയെ പോലുള്ളവർ ഇതിനെക്കുറിച്ച് പ്രബന്ധങ്ങൾ എഴുതി. ഞാൻ ഒന്നും കൂടെ മോഡി ഫാസിസ്റ്റ് ആണോ? ഞാൻ പറഞ്ഞോട്ടെ മോഡി ഫാസിസ്റ്റ് ആണോ എന്നുള്ളതല്ല ഇന്നത്തെ ചോദ്യം. അതാർക്കും പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. എമ്പുരാനോട് മോഡിയും സംഘപരിവാറും RSS എടുത്ത സമീപനത്തിൽ നിന്ന് വ്യക്തമാണ്. മോഡി ഫാസിസ്റ്റ് ആണോ എന്നുള്ള ചോദ്യം ഒന്നാണ്. ഇന്ത്യ ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിന് കീഴിലായിട്ടുണ്ടോ എന്നതാണ് CPM ഉന്നയിക്കുന്ന ചോദ്യം. ഇന്ത്യ ഫാസിസ്റ്റ് ഭരണ സംവിധാനത്തിന് കീഴിലാണെങ്കിൽ എൻ്റെ സുഹൃത്തെ, നമ്മൾ തമ്മിൽ ഈ അഭിപ്രായം ഇവിടെ വെച്ച് നടക്കില്ല. അതൊരു സാങ്കേതിക പൊളിറ്റിക്കൽ ടെർമിനോളജിയിൽ ഫാസിസം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം വെച്ചാൽ നോക്കുമ്പോൾ ഭരണകൂട സംവിധാനങ്ങളെല്ലാം കോംപ്രമൈസ്ഡ് ആണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിയാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്രയും വീക്കാണ്, ഫോർത്ത് എസ്റ്റേറ്റ് വീക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു പൊളിറ്റിക്കൽ ടെർമിനോളജി എന്നുള്ള നിലയിൽ ഫാഷിസം ഉപയോഗിക്കാൻ CPM തയ്യാറാവുന്നില്ലേ? മോഡി ഫാഷിസ്റ്റ് ആണെന്നുള്ള ഒറ്റ വാചകം പറയാൻ CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക് പറ്റുമോ? അല്ല, ഇവിടെ എനിക്ക് വളരെ ലളിതമായി വ്യക്തമാക്കാനുള്ളൊരു കാര്യം, ഏത് വാക്കുപയോഗിക്കുന്നു, എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളതിനകത്തെല്ലാം എല്ലാ കാലത്തും വ്യത്യസ്ത സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ചിന്തകൻ ഇതാണിപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതെല്ലാവരും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. സ്വീകരിക്കുന്നവരുണ്ടാവും. ആ സംവാദം തുടരട്ടെ. പക്ഷെ പ്രായോഗികമായി നരേന്ദ്രമോദിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് ഇന്ത്യയിൽ നടത്തുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള അതിക്രമങ്ങൾ, ആ അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിന് അണിനിരത്തേണ്ടവരെല്ലാം അണിനിരത്താനുള്ള ചുമതല നമ്മൾ ഏറ്റെടുക്കണോ? അങ്ങനെ ഏറ്റെടുക്കണമെങ്കിൽ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ സ്വാധീനമുള്ള ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എന്താ ചെയ്യേണ്ടത്? CPM ആണോ അവിടെ? CPM മത്സരിച്ചു. അല്ല, CPM മത്സരിക്കുന്നത് അവിടെ BJP-യുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നതിനിടയാക്കുന്ന ഒരു സംഭാവനയും നൽകില്ല എന്ന് ഞാൻ കുത്തവ് ബോധ്യമുള്ളത് കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്. അത് പറയും. പക്ഷെ എന്റെ ചോദ്യം നിയോ ഫാസിസമാണോ ക്ലാസിക്കൽ ഫാസിസമാണോ എന്നായിരുന്നില്ല, ഐക്യമുന്നണി വേണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ആ സംവിധാനമാണല്ലോ ഇപ്പൊ തമിഴ്നാട്ടിൽ നിലവിലുള്ളത്. അതുപോലൊരു സംവിധാനം എന്തുകൊണ്ട് ഡൽഹിയിൽ നിലവിലില്ല എന്നതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? CPM ആണോ അതോ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ്? ആം ആദ്മി പാർട്ടി വരുന്ന ഒരു പരിപാടിക്ക് ഞങ്ങളില്ല എന്നൊരു സമീപനത്തിലേക്ക് കോൺഗ്രസ് എത്തിയാൽ എന്താണ് ഫാസിസം എന്ന് തന്നെ കോൺഗ്രസ് ഇപ്പോൾ വിളിക്കുന്നുണ്ട്. കോൺഗ്രസ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു നിർവചനം നടത്തിയതായിട്ടോ ഗൗരവമായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും രേഖ തയ്യാറാക്കിയതായിട്ടോ എനിക്കറിഞ്ഞുകൂടാ. ഈ ഫാസിസത്തെക്കുറിച്ചും നവഫാസിസത്തെക്കുറിച്ചും നമ്മൾ തർക്കിക്കുമ്പോൾ എന്താണ് ഇന്ത്യയിൽ ഇന്നത്തെ സ്ത്രീയെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ എന്ന് ശ്രീ ഖാർഗെയോടോ ശ്രീ KC വേണുഗോപാലിനോടോ ശ്രീ രാഹുൽ ഗാന്ധിയോടോ താങ്കളെപ്പോലുള്ളവർ ചോദിക്കണം. എന്നിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള അഭിപ്രായം എന്താണെന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് നല്ലതാണ്. ഇപ്പോൾ CPI-ML-ന് ഒരു അഭിപ്രായമുണ്ട്, ഇന്ത്യൻ ഫാസിസമാണ് ഇന്ത്യയിൽ എന്നാണ് അവർ പറയുന്നത്. CPI-ക്ക് ഒരു നിലപാടുണ്ട്, CPIM-ന് നിലപാടുണ്ട്. എന്നാൽ ഈ മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും സൂക്ഷ്മമായ വിശകലനത്തിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പിന്തുടരുമ്പോഴും ഇന്ത്യയിൽ ഈ മൂന്ന് പാർട്ടികളും അതിന് പുറമേയുള്ള ഇടതുപക്ഷ പാർട്ടികളും ചേർന്ന് അടിയന്തരമായി കൈവരിക്കേണ്ട രാഷ്ട്രീയമായിട്ടുള്ള കടമ നരേന്ദ്രമോദിയും കൂട്ടരെയും ഭരണത്തിൽ നിഷ്കാസനം ചെയ്യാന്നുള്ളതാണ്. അതിനകത്ത് യാതൊരു തർക്കവും. അതിൽ കോൺഗ്രസിന്റെ റോൾ എന്താണ്? ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ചുള്ള സമീപനത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ കോൺഗ്രസിനോടുള്ള സീതാറാം യെച്ചൂരിയുടെ സമീപനത്തെ യെച്ചൂരി ലൈൻ എന്നും കാരാട്ടിന്റെ സമീപനത്തെ കാരാട്ട് ലൈൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അതിലൊരു MA ബേബി ലൈൻ എന്താണ് കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ? ഒന്ന്, ഈ കാര്യങ്ങളിൽ പാർട്ടിയുടെ PBയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത്
പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുന്ന ലൈനാണ്. പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു വരും. അതിന് അത്തരത്തിൽ വളരെ ജനാധിപത്യപരമായ ചർച്ച നടത്തുന്ന ഒരു പാർട്ടിയാണ് CPIM. സാധാരണ പാർട്ടി അംഗങ്ങൾക്ക് വരെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രമേയത്തിന് ഭേദഗതി എഴുതി അയക്കാം. പാർട്ടി കോൺഗ്രസിൽ അതിന് വിശദീകരണം നൽകും. അപ്പോൾ അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അവ്യക്തതയുമില്ല. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന ഭരണമാണെന്ന് അധികം തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഫാസിസം സ്ഥാപിതമായി കഴിഞ്ഞു എന്ന് വാദിക്കുന്നവരുണ്ടാകാം. പക്ഷെ അവർ പരസ്യമായിട്ട് ഇത് പറയുകയാണ്. പരസ്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിൽ ഫാസിസം പൂർണ്ണമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നേരെ ജയിലിലേക്ക് പോവുക എന്നുള്ളതാണ് അവർ പറഞ്ഞതിൻ്റെ തെളിവ്. ശരി, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ സംഭാവന ഉണ്ടാകേണ്ടതുണ്ട്. കാരണം CPM ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും BJPക്കെതിരായ പോരാട്ടത്തിൽ അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ഞാൻ അതിനെ ഇപ്പോൾ കോൺഗ്രസ് ഇല്ലാതെ BJP വിരുദ്ധ പോരാട്ടം സാധ്യമാകില്ല എന്നൊരു വൺ ലൈനായി ചുരുക്കിക്കോട്ടെ, അങ്ങനെ പറ്റുമോ? കോൺഗ്രസ് BJPക്കെതിരായ പോരാട്ടം നയിക്കാൻ സ്വയം അർഹതയും ശേഷിയും നേടണം എന്ന ഓൺലൈൻ നിങ്ങൾക്ക് കൊടുക്കാം. ശരി, ഇപ്പോൾ സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം എയിംസിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്നത് പോലും. അവർ തമ്മിൽ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. ആ ഒരർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ഗുരു ഒക്കെ ആയിട്ട് പല കോൺഗ്രസ്സുകാരും സീതാറാം യെച്ചൂരിയെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ കോൺഗ്രസിനോടുള്ള ആ ഒരു തുറന്ന സൗഹൃദ നിലപാടിൽ നിന്ന് MA ബേബി വ്യതിചലിക്കും. അല്ല, ഇതിൽ വ്യക്തിപരമായൊരു സൗഹൃദമല്ല. സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയുമായിട്ട് ചർച്ച ചെയ്യാൻ പോകാറുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? CPMന്റെ ജനറൽ സെക്രട്ടറിയാണ്. CPIM മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സമീപനം BJP വിരുദ്ധ പോരാട്ട സന്നദ്ധതയുള്ള പാർട്ടികളെയെല്ലാം ഏകോപിപ്പിക്കണമെന്നുള്ളതാണ്. ആ ചുമതല നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സീതാറാം യെച്ചൂരി രാഹുൽ ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. CPIMന്റെ സഹായവും ബൗദ്ധികമായിട്ടുള്ള പിന്തുണയും ഒക്കെ ഈ സമരത്തിന് ആവശ്യമുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ CPMന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ആവശ്യമായ ചർച്ച. അപ്പോൾ അത് വ്യക്തിപരമല്ലെങ്കിൽ ഇപ്പോൾ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ യെച്ചൂരി അനുസ്മരണത്തിൽ രാഹുൽ ഗാന്ധി തന്നെ പ്രസംഗിച്ചത് യെച്ചൂരി വീട്ടിൽ വന്ന സമയത്ത്, സോണിയാഗാന്ധിയുടെ വീട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സൗണ്ടിൽ കുറച്ച് വേരിയേഷൻ വന്നു. അപ്പോൾ ആശുപത്രിയിൽ പോകണമെന്ന് നിർബന്ധിച്ചതും ആശുപത്രിയിൽ പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഒരാളെ കൂടെ അയച്ചതും രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ വളരെ അത്രയും ഊഷ്മളമായ ഒരു സൗഹൃദം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ CPMന്റെ ജനറൽ സെക്രട്ടറിയും തമ്മിലുണ്ട് എങ്കിൽ, അപ്പോൾ അത് വ്യക്തിപരമല്ലെങ്കിൽ അതേ സൗഹൃദം സ്വാഭാവികമായും പുതിയ ജനറൽ സെക്രട്ടറിയും തുടരണമല്ലോ. അല്ല, അത് വേണോ വേണ്ടയോ എന്നില്ല ഉള്ളത് ഞാൻ പറയേണ്ടതല്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ബ്ലോക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം പോലും നടന്നിട്ടില്ല. നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ഉത്കണ്ഠയില്ല. അപ്പോൾ ഇത് വ്യക്തിപരമായൊരു പ്രശ്നമല്ല. അപ്പോൾ ഇന്ത്യ ബ്ലോക്ക് പാർട്ടികൾ, അതിനകത്ത് കോൺഗ്രസും CPM മാത്രമല്ല ഉള്ളത്, വേറെ ഒരുപാട് പാർട്ടികളുണ്ട്. എന്തുകൊണ്ട് അവരുടെ ഒരു യോഗം ഇതുവരെ നടന്നില്ല? ആ ചോദ്യം എൻ്റെ സുഹൃത്ത് ഇതുവരെ എന്നോട് ചോദിച്ചില്ലല്ലോ. യോഗം വേണ്ട എന്ന് CPM തീരുമാനിച്ചതുകൊണ്ടാണ്. പാർലമെൻറ്റിൽ സാധാരണ ഗൗരവമുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഫ്ലോർ ലീഡർമാരെന്ന് പറയും, സഭയിലെ പാർട്ടികളുടെ നേതാക്കന്മാർ. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ രാജ്യസഭയിലുണ്ടായിരുന്നപ്പോൾ എത്ര യോഗങ്ങൾ പോയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയുള്ള യോഗങ്ങൾ നടക്കുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2% താഴെ വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് NDA ജയിച്ചത്. BJP ജയിച്ചില്ല. ഇന്ത്യ ബ്ലോക്ക് എന്നുള്ള നിലയിലുള്ള രാഷ്ട്രീയ ഇടപെടലിലൂടെയാണ്. അതിന് മുമ്പ് 2014-ലും 2019-ലും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന BJPക്ക് അയോധ്യ ക്ഷേത്രം നിർമ്മിച്ച് അത് പൂർത്തിയാകാതെ അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തി രാമനെയും അയോധ്യ ക്ഷേത്രത്തെയും ഒക്കെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ BJP ശ്രമിച്ചിട്ടും അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദിൽ ഉൾപ്പെടെ BJP തോറ്റത്, അവരെ തോൽപ്പിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ. ആ ഏകോപനത്തിന്റെ വിജയം കൂടിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആ ഏകോപനം 2 ചുവട് കൂടി കരുതലോടുകൂടി മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPയെ തോൽപ്പിക്കാനുള്ള സാധ്യത രൂപപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള
അധിക ജാഗ്രത. ശരി, ഇനി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് കോൺഗ്രസിനോടുള്ള ലൈൻ എന്താണ്, എം എ ബേബി ലൈൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കോൺഗ്രസിനോടുള്ള എം എ ബേബിയുടെ ലൈൻ അല്ല, CPIM-ന്റെ ലൈനുണ്ട്. ജനറൽ സെക്രട്ടറി CPIM-ന്റെ ലൈനാണ്, ജനറൽ സെക്രട്ടറിയുടെ നയമല്ല. സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ സീതാറാം യെച്ചൂരിയുടെ ലൈൻ അല്ല. സീതാറാം യെച്ചൂരിയുടെ ലൈനിൽ നിന്ന് മാറ്റമുണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. അല്ല, സീതാറാം യെച്ചൂരിയുടെ ലൈൻ അല്ല. അന്നുണ്ടായിരുന്നതും CPIM-ന്റെ നയമാണ്, അതിന് മുമ്പുണ്ടായിരുന്നതും CPIM-ന്റെ നയമാണ് പ്രകാശ് കാരാട്ടിരുന്നപ്പോൾ. അപ്പോൾ ആ നയമെന്ന് പറയുന്നത് BJP-യെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ഐക്ക് പ്രധാനപ്പെട്ട സംഭാവന നൽകാനുണ്ട്. അപ്പോൾ ഇന്ത്യ മുന്നണി ശക്തിപ്പെടണം, അതിന് കോൺഗ്രസ് മുഖ്യ ചുമതല വഹിക്കണം. എല്ലാവർക്കും ചുമതല നിർവഹിക്കാനുണ്ടെന്നുള്ള ബോധത്തോടുകൂടി നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് പെരുമാറുന്നു. CPM പറഞ്ഞത് വിടുക. അതിന് കേരളത്തിൽ, അതായത് ഇപ്പോൾ CPM-ന്റെ കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു തടസ്സമോ ഘടകമോ അല്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ലല്ലോ ഇന്ത്യ മുന്നണി എങ്ങനെ പ്രവർത്തിക്കണമെന്നത് സംബന്ധിച്ച് സമീപനം രൂപപ്പെടുത്തുമ്പോൾ CPIM-ന്റെ തീരുമാനത്തെ സ്വാധീനിക്കുക. കേരള സാഹചര്യങ്ങളല്ല. അല്ല, ഈ കോൺഗ്രസുമായിട്ട് പല സംസ്ഥാനങ്ങളിലും സഹകരിക്കേണ്ടി വരും എന്നത് കേരളത്തിൽ നിന്നുള്ള പിണറായി വിജയൻ മുതൽ എല്ലാ PB മെമ്പർമാരും കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചത്. അതിൽ കേരള പാർട്ടി കൺവിൻസ്ഡ് ആണ്. കേരള പാർട്ടി എന്നൊന്നില്ല, CPIM-ഏ ഉള്ളൂ. ആ CPIM-ന്റെ ഭാഗമായിട്ട് ബംഗാൾ ഘടകമുണ്ട്, കേരള ഘടകമുണ്ട്. ഈ ഘടകങ്ങൾക്കെല്ലാം ഇത് സംബന്ധിച്ച് ഒരേ കാഴ്ചപ്പാടാണ്. പാർട്ടി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ സീതാറാം യെച്ചൂരിയുടെ അതേ നയസമീപനങ്ങൾ MA ബേബി സെക്രട്ടറി ആവുമ്പോഴും തുടരും ദേശീയ രാഷ്ട്രീയത്തിൽ, മുന്നണി രാഷ്ട്രീയത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ചോദ്യം അവതരിപ്പിക്കുമ്പോൾ സീതാറാം യെച്ചൂരിയുടെ നയം, P. സുന്ദരയ്യയുടെ നയമില്ല, EMS-ന്റെ നയമില്ല. ഈ ഓരോ കാലഘട്ടത്തിലും പാർട്ടിയുടെ PBCC-യും ചർച്ച ചെയ്തെടുക്കുന്ന നയമാണുള്ളത്. ആ നയം അതാത് സമയത്ത് ജനറൽ സെക്രട്ടറിമാർ പിന്തുടരും. അത് സമർത്ഥമായി സീതാറാം യെച്ചൂരി പിന്തുടർന്നിരുന്നു. സീതാറാം യെച്ചൂരിയുടെ സാമർഥ്യത്തോടു കൂടി അത് പിന്തുടരാൻ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി കഴിയുമോ എന്നുള്ളതാണ് നിങ്ങൾ കാത്തിരുന്ന് കാണുന്നത്. എല്ലാ ഭാവുകങ്ങളും ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ. താങ്ക് യു.